100 കവിത നമ്മുടെ മനസ്സിൽ തോന്നുന്ന സമയത്ത് 90 കവിതയും മനസ്സിൽ വെച്ച് കീറി കളയുക. ബാക്കി വരുന്ന 10 കവിതകൾ കടലാസിൽ എഴുതിയിട്ട് 9 എണ്ണം കീറി കളയുക. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ നേരിട്ട് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ജാതിയാണ്. നമ്മുടെ ജാതി, ഞങ്ങൾ ഏത് ജാതിയാണെന്ന് ചോദിക്കുക. എൻ്റെ അമ്മോ, എന്തൊരു വൃത്തിയായിട്ടൊരു സാധനമാണത്. ഞാൻ ഈ ജാതി അറിയാതിരിക്കാൻ വേണ്ടി മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ സലാം എന്നാണ് എൻ്റെ വേറൊരു പേര് എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കത്തില്ലല്ലോ. ഒരു ജാതിയിലൂടെയും മതത്തിലൂടെയും മാത്രമേ നമുക്ക് ദൈവത്തെ എത്താൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ ദൈവമില്ല. ഞാൻ എന്തെല്ലാം അപകടങ്ങളിൽ മരിച്ചാലും ഒരിക്കലും വേളാങ്കണ്ണിയിലേക്കുള്ള തീർത്ഥയാത്രയ്ക്കിടയിൽ ഞാൻ മരിക്കില്ല, ഗുരുവായൂരിലേക്കുള്ള തീർത്ഥയാത്രയ്ക്കിടയിൽ ഞാൻ മരിക്കില്ല. ദൈവമായിട്ട് നമുക്ക് യാതൊരു കമ്പനിയില്ല, ദൈവത്തിൻ്റെ ആവശ്യം എനിക്കില്ല. എൻ്റെ കവിതകളുടെ പകർപ്പവകാശം സരസ്വതി ദേവിക്കല്ല, ഒരു ദൈവത്തിനുമല്ല. എൻ്റെ കവിത എഴുതിപ്പിക്കുന്നത് എൻ്റെ മലയാളവും എൻ്റെ അനുഭവങ്ങളും എൻ്റെ സമൂഹവും ഒക്കെയാണ്. ദൈവത്തിന് അതിനകത്ത് യാതൊരു പങ്കും ഇല്ല. ഒരു വലിയ സുനാമി ഉണ്ടായാൽ തീരാവുന്നതേ ഉള്ളൂ കേരളം. നമ്മളാരും തന്നെ ഉണ്ടാവുകയില്ല. പിന്നെ ഉണ്ടാകുന്നത് കുമാരനാശൻ്റെ കരുണയും ചെങ്ങമ്പുഴയുടെ രമണനും ഒക്കെ അന്യഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് അവർ അവിടെ ജീവിക്കും. നമ്മളൊക്കെ ഒരു പക്ഷേ ഉണ്ടാവില്ലായിരിക്കാം. കടലിൻ്റെ വീട് എന്ന കവിത ഇത് എഴുതാൻ എനിക്ക് പ്രേരിപ്പിച്ചത് ഈ പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരിക്കൽ കുറേ കക്കയൂട്ടിൽ കിട്ടി. അത് പരിശോധിച്ചത് കടലിലെ കക്ക തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അറബിക്കടലിൽ ഒരു കാലത്ത് പേരാമ്പ്ര വരെ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സഖ്യപർവ്വത്തിൽ ഇങ്ങനെ തൊട്ടുരുമി കിടക്കുന്ന ഒരു അറബിക്കടൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നിരിക്കാം, നമുക്കറിയാൻ വയ്യല്ലോ. കടലിൻ്റെ വീട്. മല തുരന്നപ്പോൾ കടൽ ചിപ്പി കിട്ടി, ജലമൊഴി കേട്ടു നടുങ്ങി, പടിയിറങ്ങിപ്പോയ കടലിൻ്റെ വീടിത്, ഒരു ദിനം കേരളം കടലെടുക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ കവിത വായിക്കുന്നത്. അകല നിന്നേതോ തിരക്കുത്തിലെത്തിയ അഭയാർത്ഥി നിൻ കേരവൃക്ഷം, മല കടന്നെത്തിയ വാക്കുകൾ പക്ഷികൾ, അതിഥികൾ മരങ്ങൾ മൃഗങ്ങൾ, തകിടികൾ താണ്ടിയും സമനിലം കോറിയും, തകിടികൾ താണ്ടിയും സമനിലം കേറിയും, പൊറുതിക്കലം വച്ച ചെറുമർ നിന്നാദിമർ, മഴുവുമായി പിന്നെ വന്ന് ആദി മനുഷ്യരെ അടിമകളാക്കിയ സന്ധ്യയ്ക്കു മുൻപേ ഇവിടെ ഞാനുണ്ടായിരുന്നെന്നു ചിപ്പി കടലുപ്പു തേക്കിയിറക്കി. ഇരുളിൻ്റെ ക്ഷോഭ തിരവന്നു കീറുന്നു ഹൃദയത്തിലെ കായലോരം, മൃതിയൊച്ചയായി കൊടും സ്രാവുകൾ പായുന്നു, കടലാന കുത്തി മറിയുന്നു, മലയുടെ തലയിലേക്കൊരു രാക്ഷസത്തിര മടവാളുമായി കുതിക്കുമ്പോൾ, മറുപടി ചൊല്ലാൻ മനസ്സിലെ മൺതരി മലയാളമോർത്തു നിൽക്കുന്നു. കടലേറിടുമ്പോൾ മറുവീടു തേടുന്ന കിളികളുടെ ചിറകുകൾക്കൊപ്പം, പരദേശം കുത്തിയൊരാശ്രയക്കൂരയിൽ കരുണയും രമണനും കഞ്ഞിവയ്ക്കും. കടൽ വീട് വീണ്ടെടുക്കുമ്പോൾ എൻ മനമേ കരയുമോ നീ മഴയായി. അങ്ങനെയും സംഭവിക്കാം. ജസ്സി നിനക്കെന്തു തോന്നി, പെത്തടിൻ തുന്നിയ മാന്ത്രിക പട്ടിൽ നാം സ്വപ്നശൈലങ്ങളിൽ ചെന്നു ചുംബിക്കവേ, ഉത്തുംഗതകളിൽ പാർവതീ ശങ്കര തൃഷ്ണകൾ നേടി കിതച്ചാഴ്ന്നിറങ്ങവേ, തൃപ്തി തീർത്ഥങ്ങളിൽ പാപനാശത്തിൻ്റെ വക്കോളമെത്തി തിരിച്ചു നീന്തിയിടവേ, ലോത്തിൻ്റെ പെൺമക്കൾ അച്ഛനെ പ്രാപിച്ച വാർത്തയിൽ കൗമാരഭാരം നടുങ്ങവേ, കുംഭസാരക്കൂട്ടിൽ നഗ്നയായി നിൽക്കവേ, സംഭ്രമപ്പൂവിൽ ചുവപ്പു ചാലിക്കവേ, ജസ്സി നിനക്കെന്തു തോന്നി. 44 വയസ്സുണ്ട് ജസ്സി. എന്നെ തോൽപ്പിച്ചൊരു കവിതയാണ് കേട്ടോ. കാര്യം ആൾ പറയുന്നത് ജസ്സി എഴുതിയ കവിയാണ് ഇയാളെന്നാണ് പറയുന്നത്. ഞാനെഴുതിയ കവിതയാണ് ജസ്സി എന്നല്ല. ഞാൻ സങ്കടമുണ്ട് കേട്ടോ. ഞാൻ 6ാം ക്ലാസ് പഠിക്കുന്ന തൊട്ടേ എഴുതി തുടങ്ങിയതാണ്. ഒരു കുയിലാണ് എന്നെ പ്രലോഭിപ്പിച്ചത്. കുയിലിനെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. ആ കവിത എനിക്ക് എൻ്റെ ഇല്ല, എനിക്കത് ഓർമ്മയില്ല. കുയിലിനത് ഓർമ്മയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ചൊല്ലി കേൾപ്പിക്കാറുണ്ട്. കുയിലിൻ്റെ ശബ്ദം കേട്ടാൽ ഞാൻ അങ്ങ് നിശ്ചലമായി പോകും. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുയിലിൻ്റെ ശബ്ദം എവിടെയെങ്കിലും കേൾക്കാന്നുണ്ടെങ്കിൽ ഞാൻ അറിയാതെ കുയിലിൻ്റെ പുറകിനെ ആയിപ്പോകും. അങ്ങനെ പ്രശ്നം എനിക്ക്, മാനസിക പ്രശ്നം എനിക്ക് ഉണ്ട്. 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ കുയിലിനെ കുറിച്ചാണ് ആദ്യത്തെ കവിത എഴുതിയത്. വായനയൊക്കെ ഉണ്ടായിരിക്കും, അച്ഛനന്മാരൊക്കെ വായിക്കുന്നവരൊക്കെ ആയിരുന്നു, അതൊക്കെ കാണുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്
100 കവിത നമ്മുടെ മനസ്സിൽ തോന്നുന്ന സമയത്ത് 90 കവിതയും മനസ്സിൽ വെച്ച് കീറി കളയുക. ബാക്കി വരുന്ന 10 കവിതകൾ കടലാസിൽ എഴുതിയിട്ട് 9 എണ്ണം കീറി കളയുക. അവശേഷിക്കുന്ന ഒരെണ്ണം മാത്രം നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള ഒരു സുഹൃത്തിനെ കാണിക്കുക. അയാൾ വായിച്ചിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അഭിപ്രായം പറയും. മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ പിന്നെ എഴുതാൻ ചിലപ്പോൾ മടി ഉണ്ടായിപ്പോകും. അതുകൊണ്ട് ആദ്യമേ അങ്ങനെയുള്ള ആരെയും കാണിക്കുന്നത്, ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ കാണിക്കുക. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ നേരിട്ട് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ജാതിയാണ്. നമ്മളുടെ ജാതി, ഞങ്ങൾ ഏത് ജാതിയാണെന്ന് ചോദിക്കുക. എൻ്റെ അമ്മോ, എന്തൊരു വൃത്തിയായിട്ടൊരു സാധനമാണത്. എൻ്റെ അച്ഛനമ്മമാരൊക്കെ ഈ സർക്കാർ ജോലിയൊക്കെ ഉണ്ടായിരുന്ന ഈ കുലത്തൊഴിൽ പണിയൊന്നും ഞങ്ങളുടെ ആ നാട്ടിലെ നമ്മുടെ പരിപാടിയിൽ ഇല്ല. അങ്ങനെ ഇല്ല, എനിക്കതൊന്നും അറിയത്തുമില്ല. എങ്കിലും നമ്മളൊക്കെ ചോദിക്കുക ജാതിയെന്ന് ചോദിക്കുക. ഞാൻ ഈ ജാതി അറിയാതിരിക്കാൻ വേണ്ടി മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ സലാം എന്നാണ് എൻ്റെ വേറൊരു പേര് എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കത്തില്ലല്ലോ, മുസ്ലിം ജാതിയൊക്കെ ഉണ്ടെന്ന് പിന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും ആദ്യത്തെ ആ ക്ലാസ്സിൽ അങ്ങനെയായിരുന്നു, ചോദിക്കത്തില്ലായിരുന്നു. പിന്നീട് ദൈവമായിട്ട് എനിക്ക് യാതൊരു വഴക്കും ഇല്ലായിരുന്നു കേട്ടോ. ഈ ജാതിയോടായിരുന്നു എനിക്ക് സ്പർദ്ധ തോന്നിയത്. ജാതി ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, മതവും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ജാതിയും മതവും ഇല്ലാത്തൊരു ജീവിതം അനുവർത്തിച്ച് വന്നപ്പോൾ ദൈവം എന്നിൽ നിന്ന് ഇറങ്ങിപ്പോകുമായിരുന്നു. ഒരു ജാതിയിലൂടെയും മതത്തിലൂടെയും മാത്രമേ നമുക്ക് ദൈവത്തെ എത്താൻ സാധിക്കുകയുള്ളൂ, അല്ലാതൊരു ദൈവമില്ല. ഞാനത് പറയാനുള്ളത്, ശങ്കരക്കുറുപ്പിന് പണ്ടിരിക്കുക, ജി ശങ്കരക്കുറുപ്പിന് പണ്ടിരിക്കുക വലിയ മസൂര് രോഗം വന്നു. ഭീകരമായ മസൂര് രോഗമാണ്. ഈ മസൂര് രോഗം പുറത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുട്ടിക്കാലം തൊട്ടേ ഉണ്ടായിരുന്ന ആസ്മ പിന്നെ വന്നിട്ടേ ഇല്ല. അതുപോലെ എന്നിൽ നിന്ന് ജാതിയും മതവും നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവവും പോയി, ചെകുത്താനും പോയി. അവരെ നോക്കി ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ എന്തെല്ലാം അപകടങ്ങളിൽ മരിച്ചാലും ഒരിക്കലും വേളാങ്കണ്ണിയിലേക്കുള്ള തീർത്ഥയാത്രയ്ക്കിടയിൽ ഞാൻ മരിക്കില്ല, ഗുരുവായൂരേക്കുള്ള തീർത്ഥയാത്രയ്ക്കിടയിൽ ഞാൻ മരിക്കില്ല. ഏത് പാർട്ടിക്കാർക്ക് സംഭാവന കൊടുത്താലും, അല്ലെങ്കിൽ പിന്നെ വിശക്കുന്ന ഒരാളിനെ വിഷക്കാരൻ്റെ പൈസ കൊടുത്താലും ഞാൻ ഒരമ്പലത്തിലും പൈസ കൊടുക്കില്ല. ഞാൻ ഒരു കാണിക്കപ്പെട്ടിലും 5 പൈസ പോലും ഞാൻ നിക്ഷേപിക്കത്തില്ല. അതിൻ്റെ ആവശ്യം അവർക്ക് ഇല്ല. അതുകൊണ്ട് ദൈവമായിട്ട് നമുക്ക് യാതൊരു കമ്പനിയില്ല, ദൈവത്തിൻ്റെ ആവശ്യം എനിക്കില്ല. എൻ്റെ കവിതകളുടെ പകർപ്പവകാശവും സരസ്വതി ദേവിക്കല്ല, ഒരു ദൈവത്തിനുമല്ല. എൻ്റെ കവിത എഴുതിപ്പിക്കുന്നത് എൻ്റെ മലയാളവും എൻ്റെ അനുഭവങ്ങളും എൻ്റെ സമൂഹവും ഒക്കെയാണ്. ദൈവത്തിന് അതിനകത്ത് യാതൊരു പങ്കും ഇല്ല. ഉപ്പ പെടാപ്പാടുപെട്ട് കിട്ടിയതീ ചോറ്, ഉപ്പ കടും വെട്ടുകൊണ്ട് കെട്ടിയതീ വീട്, ഉപ്പ പുളിമുട്ടം കീറി കുത്തിയ കിണറ്, ഉപ്പ തന്ന മുത്തമാണെന്നെറ്റിയിലെ പാമ്പ്. സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത അഫ്ഗാനിസ്ഥാനിൽ ഒരു പ്രത്യേക കവിരീതിയുണ്ട്. 2-3 വരികൾ സ്ത്രീകൾ എഴുതിയിട്ട് പേര് വയ്ക്കാതെ കളയും. അതിനകത്തുള്ള കുറേ കവിതകൾ മലയാളത്തിൽ വായിക്കാൻ കിട്ടും. അതിനകത്തുള്ള ഒരു പ്രയോഗം എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ നെറ്റിയിൽ നിന്നിടുന്ന ഈ ഞാത്തുണ്ടല്ലോ, സ്ത്രീകളുടെ ഒരു ആഭരണം, അത് വെച്ചിട്ട് ഇങ്ങനെ നാസിക ചുണ്ടൊക്കെ മറയ്ക്കുന്ന, അതാണ് അവരുടെ ബുദ്ധിയെ സംരക്ഷിക്കുന്നത് എന്നൊരു പ്രയോഗം ഒരിക്കൽ ഞാൻ കണ്ടായിരുന്നു. ഇന്ത്യയിലുണ്ട് അതുപോലെ. നാഗങ്ങൾ നമ്മളെ സംരക്ഷിക്കുന്ന എന്നൊരു ചിന്ത പണ്ടുണ്ട്. ഉപ്പ പെടാപ്പാടുപെട്ട് കിട്ടിയതീ ചോറ്, ഉപ്പ കടും വെട്ടുകൊണ്ട് കെട്ടിയതീ വീട്, ഉപ്പ പുളിമുട്ടം കീറി കുത്തിയ കിണറ്, ഉപ്പ തന്ന മുത്തമാണെന്നെറ്റിയിലെ പാമ്പ്. പെറ്റ നാളിൽ ഉമ്മ പോയ തീക്കരപ്പൻ ഞാന്, ഉപ്പ കോരി തന്നതാണ് ഞാൻ കുടിച്ച പാല്. മദ്രസ വിട്ടോടി വന്നു ഞാൻ കരഞ്ഞ നാളിൽ, ചിത്രപുസ്തകങ്ങൾ തന്ന് കൂട്ടിരുന്നെന്നുപ്പ. ബൈക്ക് മുട്ടി പ്ലാസ്റ്റർ ഇട്ടു ഞാൻ കിടന്ന മാസം, ഒപ്പരം കിടന്നു കഥ ചൊല്ലിത്തന്നെന്നുപ്പ. മുത്തുനബി പോർക്കഥകൾ, ബുദ്ധ സന്ദേഹങ്ങൾ, കൃഷ്ണദൂത്, സീതാവ്യഥ, ക്രിസ്തു സഞ്ചാരങ്ങൾ ഒക്കെയും പിഴിഞ്ഞൊഴിച്ച് ജ്ഞാനദാഹം മാറ്റി, സ്വപ്ന സ്വിച്ചിൽ സ്പർശിച്ചെന്നും വെട്ടമിട്ടെന്നുപ്പ. നിസ്കരിച്ചു പാതെറുത്ത് ശവ്വാൽ മേഘം പോകെ, സൽക്കരിച്ച തേന്മഴയ്ക്ക് കൈകൊടുത്തെന്നുപ്പ. നോക്കി നോക്കി കണ്ണുപോയ പാവമാമെന്നുപ്പ, കൊച്ചുമൈലാഞ്ചി തണലിൽ വിശ്രമിക്കും നേരം. ദുഃഖരക്തമുറഞ്ഞാറി നിന്ന മീസാൻ കല്ല്, മുദ്ര വെച്ച വാക്കിനാലൻ മജ്ജയുരുക്കുന്നു. നേത്രദാന പത്രികയിൽ ഒപ്പുവെച്ച ഞാനോ, സ്നേഹനദി പൂങ്കരയിൽ കാത്തു കാത്തു നിൽപ്പൂ. ഉപ്പ വിയർപ്പുപ്പു തൂകി ചോപ്പു ചേർത്ത റോസ, ഉപ്പ പുഞ്ചിരിച്ച കണ്ട് വെള്ളയിട്ട മുല്ല,
ഉപ്പ കണ്ണുനീരുകൊണ്ടു തീർത്തു മഞ്ഞു തുള്ളി, ഉപ്പ ചിന്ത ചെന്തീ കൊണ്ട് പൂട്ടിയെന്നടുപ്പ്. ഉപ്പ എൻ്റെ ഉപ്പ എനിക്ക് ഉജ്ജ്വല നക്ഷത്രം, ഉപ്പ എൻ്റെ ഉപ്പ എനിക്ക് അക്ഷയ പാൽപാത്രം. ഉപ്പ എൻ്റെ ഉപ്പ എനിക്ക് ഉജ്ജ്വല നക്ഷത്രം, ഉപ്പ എൻ്റെ ഉപ്പ എനിക്ക് അക്ഷയ പാൽപാത്രം. ഉപ്പ എന്നുള്ളത് അച്ഛൻ എന്നുള്ള വാക്കിൻ്റെ ഒരു പര്യായമാണ് കേട്ടോ. ചാർവാകൻ അറിയാമല്ലോ, കഥ അറിയാമല്ലോ. ഇന്ത്യൻ പുരാണത്തിലൊക്കെ ചാർവാകന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. മഹാഭാരതത്തിലും രാമായണത്തിലും എല്ലാം തന്നെ പറയുന്നുണ്ട്. പൗരാണിക ഇന്ത്യ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച ഏറ്റവും യുക്തിഭദ്രമായിട്ടുള്ള ഒരു ചിന്താധാരയാണ് ചാർവാക ദർശനം എന്ന് പറയുന്നത്. അഗ്നിയും ഹിമവും മുഖാമുഖം കാണുന്ന സുപ്രഭാതം, പുഷ്പവും പക്ഷിയും പ്രത്യക്ഷമാകുന്ന സുപ്രഭാതം. ഉപ്പുകുമിഞ്ഞ പോലദ്രി അതിനപ്പുറം അത്തിനെന്തോന്തകച്ചോട് വെച്ചങ്ങനെ വിത്തിട്ടു പോകും കൃഷിസ്ഥലം. വെൺകരടി സ്വപ്നത്തിലെന്ന പോൽ ഗായത്രി ചൊല്ലുന്ന ഗർഭഗൃഹം. വൃദ്ധതാപസർ പ്രാപിച്ചു വൃത്തികേടാക്കിയ വേദക്കിടാത്തികൾ, കത്തി നിവർന്ന വിളക്ക് ചാർവാകൻ. ജടയിൽ കുരുങ്ങിയ ദർഭത്തുരുമ്പുകൾ പുഴയിലേക്കിട്ട് പുലർച്ചയിലേക്കിട്ട്, പച്ചകെടുത്തി പുലഭ്യത്തിലേക്കിട്ട്, പുച്ഛം പുരട്ടി പുരീഷത്തിലേക്കിട്ട്, പരിധിയില്ലാത്ത മഹാസംശയങ്ങളാൽ പ്രകൃതിയെ ചോദ്യശരത്തുമ്പിൽ മുട്ടിച്ച് വിഷമക്കഷായം കൊടുത്ത് വിഷക്കോളു പുറമേക്കെടുത്ത് എറിയുന്നു ചാർവാകൻ. ലക്ഷ്യം കുലച്ച ധനുസ് ചാർവാകൻ. സിദ്ധ ബൃഹസ്പതി ഉത്തരം നൽകാതെ ചക്ഷുസ്സിനാലേ വിടർത്തിയ മാനസതൃഷ്ണാരവിന്ദം സുഗന്ധം പരത്തുന്നു. ഉൽക്കമഴയെന്ത് തീത്താരമെന്ത് ആകാശമത്ഭുത കൂടാരമായതെന്തിങ്ങനെ? എന്താണ് വായു ജലം ഭൂമി ചൈതന്യബന്ധുരമായ പദാർത്ഥപ്രപഞ്ചകം? അന്ധതയെന്ത് തെളിച്ചമെന്ത് സ്നേഹഗന്ധികൾ കോർക്കുന്ന സ്ത്രീത്വമെന്ത്? ബീജമെന്ത് അണ്ടമെന്ത് ഉൾക്കാടുകത്തുന്ന ഞാനെന്ത് നീ എന്ത്? പർവ്വതം സാഗരം ഭാനുപ്രകാശം ജനിമൃതി ഇങ്ങനെ നാനാതരം കനൽ ചോദ്യങ്ങൾ പ്രജ്ഞയിൽ ലാഭവർഷിക്കേ വളർന്നു ചാർവാകൻ. നേരേത് കാരണമരത്തിൻ്റെ നാരായ വേരേത്? നാരേത് അരുളേത് പൊരുളേത്? നെരിയാണിയെരിയുന്ന വെയിലത്തു നിന്നു മഴയത്തിരുന്നു, മണലിൽ നടന്ന് ഈറ്റുപുരയിൽ കടന്നു, മരണക്കിടക്കതന്നരികത്തലഞ്ഞു, അന്വേഷണത്തിന് അനന്തയാമങ്ങളിൽ കണ്ണീരണിഞ്ഞു ചാർവാകൻ. ബോധം ചുരത്തിയ വാള് ചാർവാകൻ. ഇല്ല ദൈവം, ദേവശാപങ്ങൾ മിഥ്യകൾ, ഇല്ലില്ല ജാതിമതങ്ങൾ, പരേതർക്കു ചെന്നിരിക്കാനില്ല സ്വർഗവും നരകവും, ഇല്ല പരമാത്മാവും ഇല്ലാത്മമോക്ഷവും, മുജ്ജന്മമില്ല പുനർജന്മമില്ല, ഒറ്റ ജന്മം നമുക്ക് ഈ ഒറ്റ ജീവിതം. മുളകിലെരിവ്, പച്ചമാങ്ങയിൽ പുളിവ്, പാവലിൽ കയ്പ്, പഴത്തിൽ ഇനിപ്പ്, ഇതുപോലെ നൈസർഗികം മർത്യബോധം, ഇതിൽ ഈശ്വരനില്ല കാര്യവിചാരം, ചാരുവാക്കിൻ്റെ നെഞ്ചുക്ക് ചാർവാകൻ. വേശ്യയും പൂണൂലണിഞ്ഞ പുരോഹിത വേശ്യനും വേണ്ട, സുര വേണ്ട, ദാസിമാരോടൊത്തു ദൈവീക സുരതവും വേണ്ട, പെണ്ണിനെ കൊണ്ട് മൃഗലിംഗം ഗ്രഹിപ്പിച്ച് പുണ്യം സ്ഖലിപ്പിക്കും ആഭാസമേധവും, അമ്മയെ കൊല്ലുന്ന ശൂരത്വവും വേണ്ട, ജീവികുലത്തെ മറന്നു ഹോമപ്പുക മാരിവെയിക്കുമെന്നോർത്തിരിക്കും വിഡ്ഢി രാജാവ് വേണ്ട, രാജർഷിയും വേണ്ട, ചെങ്കോൽ കറുപ്പിച്ച മിന്നൽ ചാർവാകൻ. അച്ഛനോട് എന്തിത്ര ശത്രുത! മേലേക്ക് രക്ഷപ്പെടുത്തുവാൻ മാർഗം ബലിയെങ്കിൽ പാവം മൃഗത്തിനെ മാറ്റി പിതാവിനെ സ്നേഹപൂർവ്വം ബലി നൽകാത്തതെന്തു നീ? തെറ്റാണ് യജ്ഞം അയിത്തമ്പുല വ്രതം ഭസ്മം പുരട്ട ലക്ഷാർച്ചന സ്തോത്രങ്ങൾ, തെറ്റാണ് ജ്യോത്സ്യപ്പുലമ്പലും തുള്ളലും, അർത്ഥമില്ലാത്തത് ഈ ശ്രാദ്ധവും ഹോത്രവും, പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പാഴാക്കിടാതെ ഒറ്റ മാത്രയും അത്രയ്ക്കു ധന്യമീ ജീവിതം. വേദന മുറ്റി തഴച്ചുരി വിസ്മയം, സ്നേഹിച്ചു സ്നേഹിച്ചു സാർത്ഥകമാക്കണം പട്ടാങ്ങ് ഉണർത്തി നടന്നു ചാർവാകൻ. മറ്റൊരു സന്ധ്യ
ചെങ്കണ്ണനാദിത്യനെ നെറ്റിയിൽ ചുംബിച്ചു യാത്രയാക്കിയിടുന്നു. ബുദ്ധിമാന്ദ്യത്താൽ പുരോഹിത കോടതി കൽപ്പിച്ചു കൊല്ലുകി ധിക്കാരരൂപിയെ. കൊന്നാൽ നശിക്കില്ല എന്നു മൺപുറ്റുകൾ കണ്ടു പഠിക്കുകയെന്നു പൂജാരികൾ. ദുർവിധി ചൊല്ലി നദിയും ജനങ്ങളും കൊല്ലരുതേ തേങ്ങി വിത്തും കലപ്പയും. ഈ LDFന്റെ ഒരു മാനിഫെസ്റ്റോയിലുള്ളത് ഇനി ഏറ്റവും നല്ല നടിയായിട്ട് തിരഞ്ഞെടുക്കുന്ന സിനിമാ നടിക്ക് PK റോസിന്റെ പേരിലുള്ള അവാർഡ് കൊടുക്കുന്നു. അവാർഡിന്റെ പേര് PK റോസ്. ഒരുപാട് കാലമാണ് നമ്മൾ പറയുന്നത്. ഇതുവരെയും LDFന് തോന്നിയില്ല. ഇനി നമുക്ക് ഭരണം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു ഭരണം കിട്ടട്ടെ. ഇങ്ങനെ PK റോസിയുടെ പേരിൽ തന്നെ അവാർഡ് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റാതെ പറയാൻ പറ്റും.